വെരി 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 ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എന്താ പറയണ്ട്, എനിക്കെല്ലാ ദിവസവും പോലെ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ നന്നാവാനും തീരുമാനിച്ചിട്ടില്ല, മോശമാവാനും തീരുമാനിച്ചിട്ടില്ല. കുറേ തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ് ചിലർ. ഇന്നത്തേക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നവരൊന്നും എനിക്ക് തോന്നില്ല. അത് വെറുതെ എന്ന് എനിക്ക് തോന്നും. നന്നാവാൻ ഒരു ദിവസം വേണ്ട അല്ലേ? പിന്നെ ചില സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വിലപ്പെട്ടതും ഉപേക്ഷിക്കുന്ന ഒരു ലോകമാണ് അല്ലേ? ചില സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനിങ്ങനെ ഒരു ദിവസമൊന്നും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം മാറ്റം അനിവാര്യമാണ്. പക്ഷേ അതിനൊരു ദിവസം വേണമെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. എത്ര പ്രിയപ്പെട്ടതും ഒരുപാട് ഹർട്ട് ചെയ്യുന്നതായ സംഗതികളൊക്കെ ചില സാധനങ്ങൾ കൊണ്ടുണ്ട്. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആഘോഷങ്ങൾ നല്ലത് തന്നെ. അതിരുവിട്ട ആഘോഷങ്ങളും മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന ആഘോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനോട് യോജിപ്പില്ല. ധൂർത്ത് ഇതൊക്കെ പറയാൻ കാരണം ഈ ഒരു ദിവസത്തിൻ്റെ പേരിലാണെന്നും കൂടി ആലോചിക്കണം. എന്നിട്ടാരെങ്കിലും നന്നാവുമോ? ഇല്ല, ഒരിക്കലും നന്നാവില്ല അല്ലേ? അല്ലാത്തവർ ആസ് യൂഷ്വൽ ഇങ്ങനെ തന്നെ പോവും. അതാണ് നമ്മളുടെ ന്യൂ ഇയർ അല്ലേ? നല്ലത് വരുത്തട്ടെ, നല്ല ബുദ്ധി തോന്നട്ടെ അല്ലേ? ഇനി നടന്നുകൊണ്ട് പറയാം. പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പോവാം അല്ലേ? ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ദിവസം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നിർത്തിയിട്ടോ തുടങ്ങിയിട്ടോ ഒക്കെ നന്നായവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. തോന്നില്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നല്ല നാടും ലോകവും ഒക്കെ ആയിരിക്കും. ഈ വേസ്റ്റിന് വേണ്ടി അടികൂടുന്നൊരു വീഡിയോ കണ്ടു. ഈ അനാവശ്യ ആഘോഷങ്ങൾക്കുള്ളത് വീടില്ലാത്തവർക്കൊരു വീടിനോ ഫുഡില്ലാത്തവർക്ക് ഫുഡിനോ ഒന്നുമില്ല. ഒരുപാട് സ്ഥലം എടുത്ത് കൂട്ടുന്നവരും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് അർമാദിക്കുന്നവരും എപ്പോഴും ഇത് ചെയ്താൽ മതി. എന്ത്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ന്യൂ ഇയർ ആയിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഏതൊന്നും ആയിക്കോട്ടെ, ഒരു റിട്ടയർഡായ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടാളൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ്, കുട്ടികളൊക്കെ വലുതായി സെറ്റിലായി, അങ്ങനെയുള്ളവർ ഭയങ്കരമായിട്ട് സെറ്റിലായവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 5 ആളെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ജനുവരി 1 ഒരാൾക്ക് ഒരു റൂം വെച്ച് കൊടുത്തൂടെ? അപ്പം അങ്ങനെയുള്ളതൊന്നും ആരും ചിന്തിക്കുന്നില്ല. വെള്ളടിച്ച് കളയുന്ന പൈസക്കും എന്തെല്ലാം നല്ല കാര്യം ചെയ്യുക, അതൊന്നും ഒരിക്കലും ഒരാളും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടിങ്ങനെ ന്യൂ ഇയറാണ്, ഇവിടെ എന്തൊക്കെയോ മഹാസംഭവങ്ങൾ നടക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലൊന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. പാട്ട് പാടാൻ, നമുക്ക് ഡാൻസ് കളിക്കാം, കൂട്ടായ്മ വേണം, എല്ലാം വേണം. ഒരാൾ തന്നെ കണ്ടമാനം പ്രോപ്പർട്ടി എടുത്തിടുക, സുഖിച്ച് ജീവിക്കുക, മറ്റുള്ളവരിലേക്ക് ഒരു തരത്തിലും ആരും എത്തി നോക്കാതിരിക്കുക. എന്തായാലും
പ്രാരബ്ധമില്ലാത്തവർക്കും സുഖിച്ച് ജീവിക്കുന്നവർക്കും വല്ലാണ്ടങ്ങ് സുഖിക്കുന്നവർക്ക്, അതായത് ഒരു വീട്ടിൽ പ്രത്യേകിച്ച് അസുഖമോ ഒന്നുമില്ല, മക്കളെല്ലാം നല്ല സെറ്റിലായിട്ടെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ വീടൊക്കെ വെക്കാൻ പറ്റും. അതൊന്നും ആരും ചിന്തിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. ഞാനെല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എത്രത്തോളം അതൊക്കെ പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. വലിയൊരു കൂട്ടായ്മ വെള്ളടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു റൂം വാർത്തിടാം, അപ്പോൾ അതൊന്നും ആരും ചിന്തിക്കാതെ നമ്മളാഘോഷിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ യോജിക്കുന്നില്ല. അപ്പം എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കുന്നവരോ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഘോഷിക്കണം, അർമാദിക്കണം എന്നെല്ലാം തോന്നുന്നവർ മദ്യത്തിനോ മറ്റെന്തെങ്കിലുമൊക്കെ കളയുന്ന പൈസക്ക് ആർക്കെങ്കിലും ഒരു ഹെൽപ്പാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ സമൂഹത്തിന് ചെയ്യുന്നൊരു നല്ല മെസ്സേജ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറാത്തവരൊരിക്കലും മാറൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര പ്രിയപ്പെട്ടതും എന്ത് വില കൊടുത്തിട്ടും ഒഴിവാക്കും. കുടുംബ ബന്ധത്തിനോ റിലേഷനോ ഒന്നിനും ഒരു പ്രാധാന്യമില്ലാതെ ഒഴിവാക്കും. അതിൻ്റെ എല്ലാം മെയിൻ ഘടകമാണ് ഈ പറഞ്ഞ സാധനം, നേരത്തെ പറഞ്ഞ സാധനം. അപ്പം മാക്സിമം അതെല്ലാം ഒഴിവാക്കി ആർക്കെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു 2 സെൻറ്റ് സ്ഥലം, 2 3 ഇതൊക്കെ ഈ ക്ലബ്ബുകളും കൂട്ടായ്മകളും മദ്യപിച്ചിട്ടും അനാവശ്യ ധൂർത്തും കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്തും കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ന്യൂ ഇയറിനാവട്ടെ. അല്ലാണ്ട് എല്ലാവരും ഒന്ന് കണ്ടമാനം ആഘോഷിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പലതും തുടങ്ങും പലതും നിർത്തും, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ വേസ്റ്റ്. അതുകൊണ്ട് ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ വെരി മോർണിംഗ്, വെരി ഹാപ്പി ഡേ, വെരി മോർണിംഗ്. അങ്ങനെ നമ്മളെ തറവാട്ട് വക റോഡെത്തി.